സുന്ദരികളെപ്പോലും പന്നികളാക്കുന്നതാണ് വകതിരിവില്ലായ്മ. ഒരു വ്യക്തിക്ക് എത്ര സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാലും വകതിരിവില്ലെങ്കിൽ അവരുടെ സൗന്ദര്യം പന്നിയുടെ മൂക്കുത്തി പോലെയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വിദേശ രാജ്യത്താണ് എൻ്റെ ഒരു ഭവനത്തിലേക്ക് അവർ ക്ഷണിച്ചു. ഞാൻ ചെന്നപ്പോൾ വെള്ളം അടിച്ച് ഏതാണ്ട് ഒരു പകുതി സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ഭർത്താവ്. ഇനി ആ ഒരവസ്ഥയിൽ ഞാൻ ഇതിനു മുമ്പും അവരെ സന്ദർശിച്ചിട്ടുള്ളതാണ്. അച്ഛൻ വന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ആ മനുഷ്യൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛാ ഇതെൻ്റെ ഭാര്യ മോളി, അവളുടെ പേരാണ് മോളി. അച്ഛൻ കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിഷ് മോളി പോലെ, എത്ര മനോഹരം. എൻ്റെ അച്ഛനാണ് ഇവളെ കൊണ്ടുക്കോ, എന്നാൽ പിന്നെ ഞാനിവിടെ സമാധാനമായിട്ട് ജീവിച്ചോളാം. അതാണ് ഒരു പകുതി പൂസായി ഇങ്ങനെ സുബോധമില്ലാതിരുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം. പിന്നീട് സംസാരിച്ച് വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇവിടെ കാണാൻ പിടിക്കുകയാണ്, പക്ഷെ അവർക്ക് വകതിരിവില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ അവർ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതാ മോളിയെക്കുറിച്ച് മാത്രമല്ല, ഏത് സുന്ദരിയെക്കുറിച്ചും പറയാവുന്ന ഒരു കാര്യമാണ് സുഭാഷിതങ്ങൾ 11-22. നിനക്ക് വകതിരിവില്ലെങ്കിൽ നിൻ്റെ സൗന്ദര്യം പന്നിയുടെ മൂക്കുത്തിക്ക് സമാനം. ഈ ഒരു വചനം വിളിച്ചത് ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, സൗന്ദര്യം ദൈവദാനമാണ്. അത് നമ്മൾ അംഗീകരിച്ച് അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് സൗന്ദര്യം. പ്രഭാഷകൻ 26:16 വായിച്ചാൽ ഉത്തമ ഭാര്യയുടെ സൗന്ദര്യം വളരെ നല്ലതാണ് എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവൾക്ക് ചിട്ടയുള്ള ഒരു ജീവിതം കൂടി ഉണ്ടെങ്കിൽ അവൾ അത്യുന്നതൻ്റെ ഉന്നതത്തിൽ വസിക്കുന്ന, അല്ലെങ്കിൽ അവിടെ പ്രകാശിക്കുന്ന ആ നക്ഷത്രം പോലെയാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഉത്തമ ഭാര്യയെക്കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അവൾക്ക് വകതിരിവുണ്ടെങ്കിൽ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രഭാഷകൻ 26:25. ശാലീനത, അത് മോഡസ്റ്റി എന്ന് പറയും. മോഡസ്റ്റി, ചാസ്റ്റിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മോഡസ്റ്റി. ശാലീനത, സൗന്ദര്യം, അത് നല്ലതാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ സൗന്ദര്യം കെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുന്ദരികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. നിൻ്റെ സൗന്ദര്യം കെട്ടുപോകാം. നിനക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവിശ്വസ്തത. പ്രഭാഷകൻ 26:2 വായിച്ചാൽ അതൊരു സ്ത്രീയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യമാണ് അവിശ്വസ്തത. മറ്റൊന്ന്, അതിഭാഷണം, ഓവർ ദ ലിമിറ്റ് സംസാരം. പ്രഭാഷകൻ 26:14 വായിച്ചാൽ മിതഭാഷിണിയായ ഭാര്യ ദൈവത്തിൻ്റെ ദാനമാണ്. ഉച്ചഭാഷിണിയല്ല, മിതഭാഷിണി. മൂന്നാമത്തെ കാര്യം, വേശ്യാവൃത്തി. അതും ഒരു സ്ത്രീയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യമാണ്. പ്രഭാഷകൻ 26:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടവളാണ്. മറ്റൊന്ന്, ദുഷ്ടത. അതും ഒരു സ്ത്രീയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യമാണ്. പ്രഭാഷകൻ 25:17 വായിച്ചാൽ ദുഷ്ടതയുള്ള സുന്ദരി, അവളുടെ മുഖം കരടിയുടെ മുഖം പോലെ മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ എടുത്തു കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും വചന വെളിച്ചത്തിൽ, സൗന്ദര്യത്തിൽ കുടുങ്ങിയാൽ, ചിലരുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ അവരുടെ പുറകെ നടപ്പാം. ഇനി അങ്ങനെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയാൽ അവർക്ക് വേണ്ടി ദൈവം വാളൊരുക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 25:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. സൗന്ദര്യമൊക്കെ നല്ലതാണ്, പക്ഷെ അത് മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടിയാകരുത്. യൂദിത്ത് 10-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യൂദിത്ത് സുന്ദരിയായിരുന്നു. ചാക്കൊക്കെ എടുത്ത് ഉപവാസം നോക്കി അവൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടുത്തൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് അവൾ പോകുന്നത് കാണാൻ പറ്റും. അവളുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിയ വ്യക്തിയാണ് ഹോളോഫർണസ്. പിന്നീട് എന്താ സംഭവിച്ചത്? അവൻ്റെ തല വെട്ടി മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന യൂദിത്തിനെ നമുക്ക് കാണാൻ പറ്റും. യൂദിത്ത് 12:16 വായിച്ചാൽ അവന് അവളിൽ അഭിലാഷം നിറഞ്ഞു, അതിൻ്റെ പേരിൽ അവൻ ഓവർ ഡ്രങ്കായി, നമ്മൾ കൊടുത്തതെല്ലാം മേടിച്ച് കുടിച്ചു. അങ്ങനെ ലക്കിൽ ലഗാനമില്ലാതെ അവളുടെ ആ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് സംഭവിച്ചത് അവൻ്റെ തല അവൾ വെട്ടിമാറ്റി. അതാണ് 13-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, തല വെട്ടിമാറ്റുന്ന യൂദിത്തിനെ.
വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീകളുടെ സൗന്ദര്യം കുടുക്കാകാം എന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 24-25 വചനങ്ങൾ. സ്വൈരണിയുടെ സൗന്ദര്യം മോഹിക്കരുത്. സ്വൈരണി എന്ന് പറഞ്ഞാൽ ഹാർലറ്റ്സ്, അവരുടെ സൗന്ദര്യം മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപം കൊണ്ട് അവൾ നിന്നെ പിടിയിലമർത്തും എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ പറയും ഷീ വിൽ ക്യാപ്റ്റിവേറ്റ് യു. കടാക്ഷ വിക്ഷേപം കൊണ്ട് അവൾ നിന്നെ കുടുക്കിലകപ്പെടുത്തും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരാകണം. ഈ ഒരു തിരിച്ചറിവുണ്ടായി അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.